പ്രൊഡ്യൂസേഴ്സുമായിട്ടുള്ള ഏറ്റവും വലിയ ആർട്ടിസ്റ്റുകൾ വേതനം കൂട്ടി അങ്ങനെ ഇങ്ങനെ പല തെറ്റിദ്ധാരണകളും ഉണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് പറഞ്ഞു തീർക്കാവുന്ന വിഷയങ്ങളാണ് പർവ്വതീകരിച്ച് സോഷ്യൽ മീഡിയയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഒരു അറുതി വരും എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. എൻ്റെ മാത്രമല്ല, ഞങ്ങളിപ്പോൾ ഏകദേശം 100-100ഓളം ആർട്ടിസ്റ്റുകൾ ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ. നിങ്ങളുടെ ഇടയിലുള്ള ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊച്ചിൻ മെട്രോടൊപ്പം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അവിടെ ശമ്പളമല്ല. ഞങ്ങൾ ഒരു കലാകാരനെ സംബന്ധിച്ച് അവൻ ജീവിച്ചിരിക്കുന്ന കാലത്തല്ല തൊഴിൽ വേണ്ടത്. ആ തൊഴിൽ ഇല്ലാതെ വീട്ടിലിരിക്കാന്ന് പറഞ്ഞാൽ പലരും പാനിക്കായിട്ടുണ്ട്, പലരും രോഗികളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഒത്തിരി വേസ്റ്റ് ഓഫ് ടൈം നമുക്ക് വരും. നമുക്ക് മറ്റൊരു പണി അറിയത്തില്ല, ഈ ഒരു അഭിനയം അല്ലാണ്ട് മറ്റൊരു തൊഴിൽ നമുക്ക് അറിയത്തില്ല. അപ്പം നമ്മൾ ഈ തൊഴിൽ നിൽക്കുമ്പം അതിനെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇങ്ങനൊരു സംഭവം വരുമ്പം അതിനൊപ്പം നിൽക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ കടമ. ഒരു പക്ഷേ ഇപ്പം ഇതിലൂടെ നമ്മളൊരു പടം വർക്ക് ചെയ്തു, ഇത് ഞങ്ങളുടെ സിനിമയാണ്. ഞങ്ങളുടെ സിനിമയാണ്. കൊച്ചിൻ മെട്രോ ഈ പ്രോജക്റ്റ് ഞങ്ങളുടെ പ്രോജക്റ്റാണ്. ഈ പ്രോജക്റ്റിലൊരു പഴയ കാലത്തെ ഒരു നടനോ നടിയോ ഒരു ക്യാരക്ടർ ഒന്ന് ഹിറ്റായാൽ പുറത്തുള്ള നല്ല പടത്തിൽ നല്ല വേഷങ്ങൾ ചെയ്ത് അയക്ക് നല്ല റെമ്യൂണറേഷൻ മുന്നോട്ട് പോകത്തില്ലേ? ഒരു ലൈഫായില്ലേ?